ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേലിൻ്റെ വലിയ ആക്രമണമുണ്ടായത്. അവർ ഇട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ആ പേര് നൽകിയത്? ആ പേരിൻ്റെ അർത്ഥം അത് അവർ ഹീബ്രു ഭാഷയിലാണ് വാസ്തവത്തിൽ ആ പേര് അവർ ആദ്യം ഇട്ടത്. ആം കെ ലെവി. അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയാണ് ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നുള്ളത്. അതായത് ഉണർന്നു വരുന്ന ഒരു ജനത, ഉയർന്നു വരുന്ന ഒരു ജനത എന്നൊക്കെയാണ് അതിനർത്ഥം പറയുന്നത്. നമുക്ക് ആലങ്കാരികമായി കാവ്യാത്മകമായിട്ട് ഉദയസിംഹൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പേരിടുമല്ലോ നമ്മൾ കുട്ടികൾക്കൊക്കെ. ഉദയസിംഹൻ എന്ന് പേരുള്ള രാജാക്കന്മാരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു പേരാണ് അവർ ആ ഓപ്പറേഷൻ അവർ കൊടുത്തത്. അത് വളരെ കൃത്യമാണ്. ആ ഇറാനുമേൽ ഉയർന്നു വരുന്ന അതീശത്വം സ്ഥാപിക്കുന്ന ഇസ്രയേലി ജനത, അതാണ് സത്യം വാസ്തവത്തിൽ. ഈ ഓപ്പറേഷൻ 3 ഘട്ടങ്ങളായിട്ടാണ് നടത്തിയത്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അവരുടെ ചാരസംഘടനയായ മൊസാദിൻ്റെ വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് മൊസാദിന് വലിയ പങ്കുണ്ട് ഈ ആക്രമണം വിജയിപ്പിക്കുന്നത്. നോക്കൂ, ഒരു പ്രകോപനവും ഇല്ലാതിരുന്നൊരു സമയത്താണ് ഈ ആക്രമണം നടക്കുന്നത്. അപ്പോൾ അത് തന്നെ എന്തുകൊണ്ട് ഇസ്രയേൽ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കയറി അടിച്ചു? ഇത് വെള്ളിയാഴ്ച പുലർച്ചെ ഏതാണ്ട് 3:30 ശേഷമാണ് ഈ ആക്രമണം ആരംഭിച്ചത്. നിസ്സാരമായ രീതിയിലായിരുന്നില്ല ആക്രമണം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആക്രമണത്തിന് 3 ഘട്ടങ്ങളുണ്ട്, അതിലേക്ക് വരാം. പക്ഷേ എന്തുകൊണ്ട് ഒരു പ്രകോപനവും ഇല്ലാതെ ഈ ഇസ്രയേൽ സേന അവിടേക്ക് ഈ അടി നടത്തി, ഈ ആക്രമണം നടത്തി എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതിന് മൊസാദ് ഭാഗികമായെങ്കിലും നൽകുന്ന മറുപടി, ബെഞ്ചമിൻ നെതന്യാഹു അത് പറഞ്ഞു കഴിഞ്ഞു. പൂർണ്ണമല്ല എങ്കിലും ഭാഗികമായ നടപടി, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് വലിയ ഭീഷണിയാണ്, അതുകൊണ്ട് അതിനെ തകർക്കും. അത് തകർക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തന്നെ അമാന്തിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. ഇറാനും അമേരിക്കയുമായിട്ട് 6ാം ഘട്ട ചർച്ച, ആണവ കാര്യങ്ങളിൽ 6ാം ഘട്ട ചർച്ച നടക്കാൻ പോവുകയാണ്. ഇറാന് നേരെയുള്ള ഒരു ഉപരോധം അമേരിക്ക ഒരു പക്ഷെ പിൻവലിച്ചേക്കും. ഇറാൻ ചില കാര്യങ്ങളിൽ വഴങ്ങുമെങ്കിൽ ആ ഉപരോധം പിൻവലിച്ചേക്കും എന്നൊരു സൂചന ലഭിച്ചിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവർ ചില കാര്യങ്ങളിൽ വഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ വിചാരിച്ചതുപോലെ അവരുടെ രാജ്യത്തിനുള്ളിൽ ചെന്ന് ഈ ആണവ കേന്ദ്രങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല. അവർ വളരെ പതുക്കെ ഇറാനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. പതുക്കെ അവർ ഈ ആണവ സംബന്ധമായ പുരോഗതി കൈവരിക്കുകയും ചെയ്യും. അത് ഉണ്ടാകാതിരിക്കാനാണ് കൃത്യമായിട്ടും ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ നടപ്പാക്കിയത്. ഞാൻ പറഞ്ഞു ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. ഇത് ഈ മൊസാദ് വളരെ കൃത്യമായിട്ട് മൊസാദിൻ്റെ ഓപ്പറേറ്റീവുകൾ ഇറാനകത്ത് കടന്നു ചെന്ന്, അതിർത്തിയിൽ നിന്ന് ഈ ജോർദാനും ഈജിപ്തും കടന്നാണ് ഇറാനിൽ ചെല്ലേണ്ടത്, അത് കടന്ന് അതിനകത്ത് ചെന്ന് 50 കിലോമീറ്റർ ഉള്ളിൽ, ഏതാണ്ട് അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ ഉള്ളിൽ വിന്യസിച്ചിരുന്ന മിസൈലുകൾ, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, വ്യോമ പ്രതിരോധ സംവിധാനം, ഇതിനെല്ലാം തകർക്കുകയായിരുന്നു. ആ തകർത്തത് കൂടുതലും പുറമേ നിന്ന് ആയുധങ്ങൾ അയച്ചിട്ടല്ല, മറിച്ച് അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടാണ് അത് തകർത്തത്. ആ തകർത്തതിൻ്റെ കഥയും മൊസാദ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും അതിന് 3 ഫേസുകളുണ്ട്, 3 ഘട്ടങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഈ ഡ്രോൺ ആദ്യം അവർ ചെയ്തത് വളരെ കൃത്യമായിട്ട് ആണവ കേന്ദ്രങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, സേനാ കേന്ദ്രങ്ങൾ, ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് ഇറാനിൽ എവിടെയൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു. ആ ശേഖരിച്ച വിവരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി അവിടേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ചെറിയ ഡ്രോണുകൾ അവിടെ രഹസ്യമായിട്ട് വാഹനങ്ങളിലൂടെ അവിടെ എത്തിച്ചു. അത് ഈ പറയുന്ന കേന്ദ്രങ്ങളുടെ എല്ലാം സമീപത്ത് അവയെ വിന്യസിച്ചു. ആ വിന്യസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, അതാണ് 2ാം ഘട്ടം. ആദ്യം കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചു, സ്ഥലത്തെക്കുറിച്ച് ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലായി, ആ ലൊക്കേഷനിലുള്ള ആയുധങ്ങൾ, മിസൈലുകൾ, ഈ ആണവ സംഭരണം കേന്ദ്രങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചെല്ലാം സമ്പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കിട്ടാവുന്നിടത്തോളം വിവരങ്ങൾ ശേഖരിച്ച് അവിടെ അതിൻ്റെ 2ാം ഘട്ടമായിട്ട് അതിൻ്റെ സമീപത്തേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച
ചെറിയ ചെറിയ ഡ്രോണുകൾ അവിടെ എത്തിച്ചു. അത് ചെറിയ വാഹനങ്ങളിലും മറ്റുമാണ് അവിടെ എത്തിച്ചത്. അതുകൊണ്ടാണ് ഈ 7-8 മാസത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു, തയ്യാറെടുപ്പുണ്ടായിരുന്നു, ഒരുക്കങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഇതെല്ലാം അവിടെ എത്തിക്കുകയും തുടർന്ന് അത് കറക്റ്റ് സമയം, കൃത്യമായ സമയത്ത് അത് ഓപ്പറേറ്റ് ചെയ്ത് അവ ഉപയോഗിച്ച് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഈ പറയുന്ന മിസൈലുകളെയും ആണവ സംഭരണ കേന്ദ്രങ്ങളെയും ഒക്കെ നശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ പുറമേ നിന്ന് വലിയ തോതിൽ ആക്രമിക്കുന്നതിന് അപ്പുറത്തേക്ക് അകത്തു നിന്ന് തന്നെ ആ ആക്രമണം സംഘടിപ്പിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. അവർ അതുപോലെ അത് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ ഡ്രോണുകളുടെ ആദ്യ തരംഗം അത് എസ്വജാബാദ് എന്ന് പറയുന്ന മിസൈൽ താവളത്തെയാണ് ആദ്യം അത് ലക്ഷ്യമിട്ടത്. അത് അവിടെ ഈ ഇറാൻ്റെ ഉപരിതല ഭൂഖണ്ഡാന്തര മിസൈലുകളൊക്കെ ഉണ്ടല്ലോ, ഭൂമിക്ക് മുകളിൽ കൂടി സഞ്ചരിക്കുന്ന, ഉയർന്ന് അന്തരീക്ഷത്തിലേക്ക് പോകാതെ ഭൂമിക്ക് മുകളിൽ കൂടി സഞ്ചരിക്കുന്ന ആ മിസൈലുകളെ ലക്ഷ്യമിട്ട് അതിൻ്റെ വിക്ഷേപണികൾ, അത് എവിടെ നിന്നാണോ അത് ഈ മിസൈൽ അയക്കുന്നത്, ആ ലോഞ്ചുകൾ കൃത്യമായിട്ടും അത് ലക്ഷ്യമിട്ട് അവിടുന്ന് തിരിച്ചൊരാക്രമണം, അതായത് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ പ്രത്യാക്രമണം നടത്താതിരിക്കാൻ തക്കവണ്ണം ഈ വിക്ഷേപണികളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ടാർഗറ്റ്. അതവർ വളരെ ഭംഗിയായിട്ട് ഈ 3 ഘട്ടത്തിലൂടെയും അവർ കൈവരിച്ച സാധ്യതകൾ ഉപയോഗിച്ച് അവർ നേടിയ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ ഈ നീക്കങ്ങളുടെ ഫലമായിട്ട് ഈ വിക്ഷേപണികളെല്ലാം നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അത് ഈ സംഭവം കണ്ടു നിന്ന ആൾക്കാർ തന്നെ പറയുന്നത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ ടെഹ്റാൻ എന്ന് പറയുന്ന ഇതിൻ്റെ തലസ്ഥാനത്ത് പോലും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഇവരുടെ ഭരണകൂടത്തിന് ഇവിടെ എന്താണ് നടന്നത് എന്ന് കൃത്യമായിട്ട് ആദ്യ മണിക്കൂറുകളിൽ വിവരങ്ങൾ കിട്ടിയില്ല. അത്ര മാരകമായിരുന്നു അടി. കാരണം ഉള്ളിൽ നിന്ന് തന്നെയാണ് അടിച്ചത്, പുറമേ നിന്നും ആയുധങ്ങൾ വന്ന് മിസൈലുകൾ വന്ന് പതിച്ച് അല്ല. അത് വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉണ്ടായുള്ളൂ. പക്ഷേ ആ വരുന്ന മിസൈലുകളെ തടയാനും പ്രത്യാക്രമണം നടത്താനും വേണ്ടിയിട്ട് ഇവർ ഒരുക്കിയിരുന്ന സൈനിക കേന്ദ്രങ്ങളുണ്ട്, മിസൈൽ കേന്ദ്രങ്ങളുണ്ട്. ആ മിസൈൽ കേന്ദ്രങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ഇറാൻ കണ്ടത്, ഇറാൻ ഭരണകൂടം കണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഇതെല്ലാം ഈ മൊസാദിൻ്റെ ചെറിയ ചെറിയ കമാൻഡോ ഓപ്പറേറ്റീവ് സിസ്റ്റംസ് ഒരു ചെറിയ സംഘങ്ങളായിട്ട് തിരിഞ്ഞാണ് അവർ ഈ മധ്യ ഇറാനിലേക്ക് നുഴഞ്ഞു കയറിയത്. വാഹനങ്ങളിലൂടെയും ചെറിയ വാഹനങ്ങളിലൂടെയും മറ്റും ഈ ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും അവിടെ എത്തിക്കുകയായിരുന്നു. അത് വളരെ സമർത്ഥമായിട്ട് മൊസാദിൻ്റെ ചെറിയ കമാൻഡോ ഫോഴ്സുകൾ അത് ചെയ്തു. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വളരെ കൃത്യസമയത്ത് തന്നെ ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിക്ഷേപണികളെ ഒന്നൊന്നായിട്ട് നശിപ്പിച്ച് കളയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പിന്നീട് ഇസ്രയേലിൽ നിന്ന് ഇറാന് നേരെ ഉണ്ടായ ഒരാക്രമണത്തെയും ചെറുക്കാൻ ഇറാന് സാധിച്ചില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വ്യോമ സൈബർ ആക്രമണങ്ങളും ഈ സൈബർ അറ്റാക്കുകൾ, ഈ ഇൻ്റർനെറ്റിലൂടെ നടത്തുന്ന ചില ആക്രമണങ്ങളുണ്ട്, അതും അവർക്ക് ഫലപ്രദമായിട്ട് ഈ ഇസ്രയേലിന് ചെയ്യാൻ സാധിച്ചു. നമുക്കറിയാം പണ്ട് ഈ ഇസ്രയേൽ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ, അതിൽ ഈ ഹിസ്ബുള്ളയും ഹൂതികളെയും പേജർ അറ്റാക്കിലൂടെ വലിയ തോതിൽ അവരെ നശിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. വളരെ അപ്രതീക്ഷിതമായിരുന്നു. അപ്പോൾ ഇസ്രയേൽ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് അവർ നീങ്ങുന്നത്, എന്തൊക്കെ നടപടികൾ അവർ സ്വീകരിക്കും, എങ്ങനെയെല്ലാം ആയിരിക്കും ഇസ്രയേൽ ആക്രമിക്കുന്നത് എന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കില്ല. ഇനിയും അവർ എന്തൊക്കെ ചെയ്ത് ചതിക്കുഴികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. അത് ഇറാനാകട്ടെ ഈ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കുമാകട്ടെ വലിയ തിരിച്ചടി നൽകുന്നതായിരിക്കും എന്ന് തീർച്ചയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ ഇസ്രായേലിന് അഭിമാനിക്കാം. ഒരൊറ്റ സൈനികന് പോലും ഒരു ചെറിയ പരുക്ക് പോലും ഏൽക്കാതെ അവർ വളരെ സമർത്ഥമായിട്ട് ഇറാനിൽ ഏതാണ്ട് അവരുടെ പ്രമുഖരായ 6 ആണവ ശാസ്ത്രജ്ഞരെയും അതുപോലെ തന്നെ സൈനിക കമാൻഡർമാരെയും വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അതേസമയം ഇറാനും ടെഹ്റാനും ഈ കാര്യം വിശദീകരിക്കാൻ കഴിയാതെ കുഴങ്ങുകയാണ്. എങ്ങനെ ഇത് സംഭവിച്ചു, എന്താണ് നടന്നത്, ഞങ്ങൾക്ക് എവിടെയാണ് പിഴവ് പറ്റിയത്
തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് ഈ പ്രാദേശിക സുരക്ഷ ഒരുക്കിയതിൽ എന്തൊക്കെ വീഴ്ച വന്നു, ഇതൊന്നും വിശദീകരിക്കാൻ കഴിയാതെ ജനങ്ങൾക്ക് മുന്നിൽ തല താഴ്ത്തി നാണം കെട്ട് നിൽക്കുകയാണ് ഇറാൻ. പിന്നെ മാധ്യമങ്ങളെ ഉപയോഗിച്ച്, സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഇസ്രായേലിനെ തിരിച്ചടിച്ചു, വലിയ നാശമുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ അയച്ച മിസൈലുകൾ 100 ഡ്രോണുകൾ അയച്ചപ്പോൾ 99 എണ്ണത്തെയും പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു. ഒരെണ്ണമാണ് അവർ വിജയിച്ചത്. ആ ഡ്രോൺ അവിടെ 3 പേർക്ക് പരിക്കേൽപ്പിക്കുകയും 3 ഇസ്രായേലി പൗരന്മാർക്ക് പരിക്കേൽപ്പിക്കുകയും ഒരു സ്ത്രീ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തതായിട്ട് സ്ഥിരീകരിക്കപ്പെടാത്തൊരു വിവരമുണ്ട്. അത് ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേൽ അതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം പുറത്തുവിടുമായിരിക്കും, നമുക്കത് അറിഞ്ഞൂടാ. എന്തായാലും ഇറാൻ ഇതിന് പകരം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നൊരു ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഈ ഡ്രോണുകൾ അയച്ചതെന്നും പറയപ്പെടുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പകരമാവില്ല. ഇറാൻ്റെ അടിവേരിളക്കുന്ന ഒരു ആക്രമണമാണ്, ഒരു നീക്കമാണ് ഇസ്രായേൽ നടത്തിയത്. മറുപടിയായിട്ട് ഇറാന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇസ്രായേലിൻ്റെ ഒരു രോമത്തിന് പോലും കേടുണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുക.